എല്ലാ കുർബാനയും നമ്മൾ ആരംഭിക്കുന്നത് പെസഹ അനുസ്മരണത്തോടുകൂടിയാണ്. കാരണം നമ്മുടെ പ്രാരംഭഗാനം അന്നാ പെസഹ തിരുനാളിൽ എന്നുള്ള ഗാനം ആലപിച്ചുകൊണ്ടാണ്. പെസഹ ഓരോ വർഷത്തെയും അനുസ്മരണമാണ്, ഒരു വാർഷികമായ അനുസ്മരണം. അതിൽ പല ഘടകങ്ങൾ ഇന്നുണ്ട്. ഒന്ന്, പഴയ നിയമത്തിലെ പെസഹ നാം ആദ്യമേ വായനയിൽ ശ്രമിച്ചതുപോലെ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവ ജനങ്ങളെ സ്വതന്ത്രരാക്കുവാൻ ശ്രമിക്കുന്നു. കാരണം 400 വർഷമായി അവരുടെ പാപനിമിത്തം അവർ ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിയുകയാണ്. അതിൽ നിന്ന് അവർക്ക് സ്വയം വിമോചനം നേടുവാൻ പറ്റുകയില്ല, ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് ദൈവം ഒരു പ്രതിനിധിയായി മോശയെയും അവന്റെ സ്പോക്ക് പേഴ്സണായിട്ട് അഹ്റോനെയും തിരഞ്ഞെടുക്കുന്നു. അതുപോലെ തന്നെയാണ് ആദ്യ പാപത്തിൽ നിന്ന് നമുക്ക് വിമോചനം പ്രാപിക്കുവാൻ, അടിമയെ വിമോചിപ്പിക്കുവാൻ സാധിക്കാത്തതുപോലെ നമുക്ക് സ്വയം സാധിക്കുകയില്ല. അതുകൊണ്ടാണ് വിശുദ്ധ ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് നമ്മളെ വിമോചിപ്പിക്കുവാനായിട്ട് കടന്നു വരിക. അങ്ങനെ പഴയ നിയമത്തിലെ പെസഹായി അതിന്റെ നവീകരണമായ പുതിയ നിയമത്തില് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചുകൊണ്ട് ആ ഉടമ്പടി നവീകരിക്കുവാനും ഈശോ നമ്മളെ ആഹ്വാനം ചെയ്യുന്ന ആ പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും നമ്മൾ അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആ പെസഹായ്ക്ക് ഒരുക്കമായിട്ട് ഈ ശിഷ്യന്മാരുടെ പാദങ്ങൾ ഈശോ കഴുകുന്നു. കാരണം അതൊരു യഹൂദ ആചാരമാണ്. നമ്മൾ പെസഹായ്ക്ക് ഒരുക്കമായിട്ട് കുമ്പസാരിക്കുന്നത് പോലെ തന്നെ അതുകൊണ്ട് ആ കാലുകളുടെ ശുശ്രൂഷയിലൂടെ സെർവന്റ് ലീഡർഷിപ്പ് എന്നുള്ള ആ കൺസെപ്റ്റ് ഈശോ ലോകത്തിന് നൽകുകയാണ്. മറ്റൊന്ന്, ഇത് എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആ ദൗത്യം, തന്റെ വിശുദ്ധ കുർബാന അർപ്പിച്ച് തുടർന്നുകൊണ്ട് ലോകാവസാനം വരെ തുടരുവാൻ വേണ്ടി ഈശോ തന്റെ പ്രതിനിധികളായിട്ട് അപ്പസ്തോലന്മാരെ ഏൽപ്പിക്കുന്നു, അവരുടെ പ്രതിനിധികളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പൗരോഹിത്യം സ്ഥാപിച്ച ദിവസം. എന്നാൽ തന്നോടൊത്ത് ഈ അന്ത്യകാലം കഴിക്കുന്ന അവസരത്തിൽ യൂദാസിന്റെ പിശാചു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് അവന് വാണിംഗ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ യൂദാസിന്റെ പതനത്തെ കുറിച്ച് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിനുശേഷം ഈശോ പോകുന്നത് ഗത്സമൻ തോട്ടത്തില് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ആ വലിയ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയുമാണ്. ഇനി പെസഹ എന്ന് പറഞ്ഞാൽ അത് പാസ് ഓവർ, കടന്നു പോകുക എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം ആ അടിമത്തത്തിൽ നിന്ന് അവര് സ്വാതന്ത്ര്യത്തിന്റെ അബ്രാഹത്തോടെയും വാഗ്ദാനം ചെയ്തിട്ടുള്ള വാഗ്ദത്ത ഭൂമിയിലേക്കുള്ള കടന്നുപോകലാണ് പഴയ നിയമത്തിൽ അനുസ്മരിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തില് ആദിമാതാപിതാക്കന്മാരോട് ദൈവം വാഗ്ദാനം ചെയ്ത അതായത് ഞാൻ രക്ഷകനെയായിരിക്കും, ആ രക്ഷകനിലൂടെ നഷ്ടപ്പെട്ട പർദീസയിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു വരുവാനാകും എന്നുള്ള അനുസ്മരണമാണ് നമ്മുടെ പുതിയ ഈ അനുസ്മരണത്തിൽ കൊണ്ടാടുക. ഇവിടെ ഈശോയുടെ പെസഹ ആചരണവും പഴയ നിയമത്തിലെ പെസഹായി പുതിയ നിയമത്തിലെ പെസഹായി കറസ്പോണ്ടിങ് ആയിട്ടാണ് പോവുക. അതുകൊണ്ടാണ് യഹൂദന്മാരുടെ പെസഹായുടെ അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഈ പെസഹായും പീഡാനുഭവവും കുരിശുമരണവും എല്ലാം അനുസ്മരിക്കുക. ഈശോയുടെ ഈ പെസഹ ആചരിക്കുവാൻ വേണ്ടിയിട്ട് ഈശോ 2 ശിഷ്യന്മാരെ മുൻകൂട്ടി അയക്കുന്നുണ്ട്. അവിടെ മർക്കോസിന്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ മർക്കോസിന്റെ അമ്മയായ മറിയം ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യയാണ്. അതുകൊണ്ട് അവരുടെ ഭവനത്തിലെ അവരുടെ 2ാം നിലയിലാണ് സെബ്യൂൻ ഊട്ടുശാല എന്ന് നമ്മൾ പറയുന്ന ആ 2ാം നിലയിലെ ഗസ്റ്റ് റൂമിലാണ് ഈശോ തന്റെ ശിഷ്യന്മാരോടൊത്ത് അന്ത്യത്താഴം കഴിക്കുക. ഇവിടെ പഴയ നിയമത്തിലെ ലാംബ് ഓഫ് മാൻ, അതായത് മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായിട്ട് മനുഷ്യൻ സമർപ്പിക്കുന്ന ആളായിരുന്നുവെങ്കിൽ, ഇവിടെ അതിന് പകരമായിട്ട് പുതിയ പെസഹായില് ദൈവം തന്റെ മകനെ, അതായത് ലാംബ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്നാണ് സ്നാപക യോഹന്നാൻ തന്റെ ശിഷ്യന്മാർക്ക് ഈശോയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ പാപം നീക്കുന്ന മനുഷ്യന്റെ കുഞ്ഞാടിന് പകരമായിട്ട് ഇവിടെ ദൈവത്തിന്റെ കുഞ്ഞാട് കടന്നു വരികയാണ്. ഇവിടെ പഴയ നിയമത്തില് ആടിനെ അതിന്റെ കഴുത്തറുത്ത് അസ്ഥികളൊന്നും മുറിക്കാതെ കഴുത്തറുത്ത് അതിന്റെ രക്തം മുഴുവൻ ഊറ്റിയെടുത്ത് ഒരു താലത്തിലാക്കി അത് പുരോഹിതൻ വെളിവേലിയിൽ ഒഴിക്കും. അതിനുശേഷം ആ മാംസമാണ് ആളുകൾക്ക് കൊടുത്തുവിടുക. കാരണം രക്തം എന്ന് പറയുന്നത് ജീവന്റെ അടയാളമാണ്. അതുകൊണ്ട് മനുഷ്യരുടെ ആണെങ്കിലും മൃഗങ്ങളുടെ ആണെങ്കിലും രക്തം ആരും കുടിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പഴയ നിയമത്തിലെ കൽപ്പന. എന്നാൽ പുതിയ നിയമത്തിലാകട്ടെ ഈശോ പറയുന്നു, നിങ്ങൾ എന്റെ രക്തം പാനം ചെയ്യണം. കാരണം ഈശോയാകുന്ന പെസഹ കുഞ്ഞാട് അന്ത്യത്താഴ വേളയില് സാധാരണഗതിയില് പെസഹ ആചരിക്കുന്ന കൂട്ടത്തില് പെസഹയ്ക്ക് അർപ്പിച്ച ആളുകളെ കൂടാതെ അപ്പവും വീഞ്ഞും അതുപോലെ തന്നെ മറ്റ് പല പദാർത്ഥങ്ങളും അവിടെയുണ്ട്. അതിൽ നിന്നാണ്
ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുക. അപ്പൊ അതുകൊണ്ട് ഈശോയുടെ ജീവൻ തന്നെയാണ് നമുക്ക് പങ്കുവെച്ച് തരിക, തന്റെ രക്തം നൽകിയിട്ടുണ്ട്. ഇനി പഴയ നിയമത്തിലെ പെസഹായുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 19 കാര്യങ്ങളുണ്ട്. അതായത് 4 കാര്യങ്ങൾ ഒരുക്കത്തിൻ്റെതാണ്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ കണ്ടതുപോലെ, അതായത് നമുക്ക് മലയാളം കലണ്ടർ അനുസരിച്ച് ചിങ്ങമാസവും ഇംഗ്ലീഷ് കലണ്ടർ അനുസരിച്ച് ജനുവരി മാസവും ഉള്ളതുപോലെ യഹൂദന്മാർക്കുള്ള ദൈവം നിശ്ചയിച്ച ആദ്യത്തെ മാസമാണ് നീസാൻ മാസം. ആ നീസാൻ മാസത്തിന്റെ 10ാമത്തെ ദിവസം 10ാം തീയതി അവര് ഒരു ആടിനെ തിരഞ്ഞെടുക്കണം. അതാണ് നമ്മൾ ഓശാന തിരുനാളായിട്ട് ഞായറാഴ്ച ആചരിച്ചത്. അത് നീസാൻ മാസം 10ാം തീയതി ആയിരുന്നു. അവിടെ മനുഷ്യന്റെ ആടിന് പകരമായിട്ട് ദൈവത്തിന്റെ കുഞ്ഞാടിനെ ആ മിശിഹ തന്നെ സ്വയം യെരൂശലേം ദേവാലയത്തിലേക്ക് വരികയാണ്. ഇതാ ഞാൻ ബലിയർപ്പിക്കുവാൻ വരുന്നു, നിങ്ങൾ എന്നെ കൊന്നുകൊള്ളുക എന്ന അർത്ഥത്തിൽ പുരോഹിതന്മാർ അവനെ തിരഞ്ഞെടുക്കുന്നു. അപ്പൊ അങ്ങനെ നീസാൻ മാസം 10ാം തീയതി നടത്തിയ ആ ആടിനെ തിരഞ്ഞെടുക്കൽ തന്നെയാണ് ഇവിടെ കറസ്പോണ്ടിങ് ആയിട്ട് നടത്തുക. പിന്നീട് നിങ്ങളുടെ വീടുകളിൽ കുളിപ്പുള്ളതൊന്നും കാണാൻ പാടില്ല എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നീസാൻ മാസം 13ാം തീയതിയാണ് അത് അനുഷ്ഠിക്കേണ്ടത്. എന്നാൽ ദേവാലയത്തിലെ ശുദ്ധീകരണ വീഴ്ച നടക്കുന്നത് ഈ 10ാം തീയതി തന്നെയാണ്. ഇനി നീസാൻ മാസം 15ാം തീയതിയാണ് പെസഹ തുടങ്ങുക. അതിന് മുന്നോടിയായിട്ട് 14ാം തീയതി അവിടെ ഗസ്റ്റ് വിളിക്കണം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ ഒരു വീട്ടിൽ ആടിനെ മുഴുവൻ ഭക്ഷിക്കുവാൻ ആവശ്യത്തിന് ആളില്ല എങ്കിൽ അടുത്തുള്ള വീടുകളിൽ നിന്ന് ആവശ്യത്തിന് ആളുകളെ തിരഞ്ഞെടുക്കണം. ഇവിടെ 12 അപ്പോസ്തലന്മാരും ഈശോയും ചേരുമ്പോൾ ഒരു ആടിനെ ഭക്ഷിക്കാൻ മാത്രമുള്ള ആളുകളാണ്. അപ്പൊ അങ്ങനെ ആ പെസഹ ആചരണത്തിന് വരുന്ന അവസരത്തില് ഗസ്റ്റ് ആയിട്ടുള്ളവർ പുറത്തുനിന്ന് വരികയാണ്. ഇന്നത്തെ പോലെ കാറിന്റെ റോഡുകളല്ല, കാറിലല്ല വരിക, അവരെല്ലാം നടന്നൊക്കെയാണ് വരിക. പൊടിപടലങ്ങളോ അല്ലെങ്കിൽ മഴ പെയ്ത് വെള്ളമോ ഒക്കെയുള്ള ചെളി പിടിച്ച കാൽപാദങ്ങൾ കഴുകുവാൻ വേണ്ടി അവിടെ കൽഭരണികൾ ഉണ്ടാകും. അവിടെ ഗാർഡിൽ അവരുടെ പാദങ്ങൾ കഴുകണം. അതിന് സാധാരണ ഗതിയിൽ ജോലിക്കാരാണ് അല്ലെങ്കിൽ കൂലിക്കാരാണ് അല്ലെങ്കിൽ അടിമകളെയാണ് അതിനെ നിയോഗിക്കുക. എന്നാൽ അപ്പസ്തോല കണക്കിന് അവർക്ക് ജോലിക്കാരില്ല, അടിമകളില്ല. അവര് ആരും വിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് വരെ വിധേയപ്പെടുകയില്ല. അപ്പൊ അതുകൊണ്ട് ആരുടെയും കാലിൽ എടുക്കാൻ തയ്യാറായില്ല. കാരണം അവൻ അടിമയുടെ സ്റ്റാറ്റസിലേക്ക് പോകും. അതുകൊണ്ടാണ് ഈശോ വന്നിട്ടും ഗുരു വന്നിട്ടും ഗുരുവിന്റെ കാലിൽ എടുക്കാനും തയ്യാറായില്ല. അവിടെ ഗുരു മനഃപൂർവ്വം അവിടെ ഇരുന്ന് പെസഹ ഭക്ഷിക്കാൻ തുടങ്ങി. അതിനിടയ്ക്കാണ് ഗുരുവേറ്റ് ഇവരെ ഒരു പാഠം പഠിപ്പിക്കുന്നത്. തന്റെ മേലങ്കി മാറ്റി അരയിൽ കച്ച കെട്ടുക എന്ന് പറഞ്ഞാൽ അത് ദാസന്റെ ജോലിയാണ്. അവരുടെ വസ്ത്രം ഒതുക്കാൻ വേണ്ടി കച്ച കെട്ടിയിട്ട് അവരുടെ പാദങ്ങൾ കഴുകിയിട്ട് പറയുകയാണ്, ഗുരുവന്മാരുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. അപ്പോഴാണ് പത്രോസ് തടസ്സം പറയുന്നത്. അപ്പോഴാണ് പത്രോസ് വഴിയായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതായത് പെസഹ ആചരിക്കുന്നതിന് മുൻപ് കാലുകൾ കഴുകിയാൽ മതി, അപ്പോൾ എല്ലാം ശുദ്ധമാകും. കാരണം നിങ്ങൾ ഓൾറെഡി മാമോദിസ സ്വീകരിച്ചവരാണ്. ഇനി നിങ്ങൾക്ക് വേണ്ടത് കുമ്പസാരം മാത്രമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഒരിക്കൽ മാമോദിസ സ്വീകരിച്ചാൽ പിന്നീട് മാമോദിസ കൊടുക്കാറില്ല. എന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്കെല്ലാം നമ്മൾ സ്വയം ശുദ്ധീകരണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ കുമ്പസാരം നടത്തുക. അതുപോലെ നീസാൻ മാസം 14ാം തീയതി തന്നെ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി അത് ശുദ്ധി വരുത്തുന്നുണ്ട്. ഇനി നീസാൻ മാസം 15ാം തീയതി ആരംഭിക്കുന്നത് നമ്മുടെ കലണ്ടറും യഹൂദ കലണ്ടറും തമ്മിൽ വ്യത്യാസമുണ്ട്. ലൂണാർ കലണ്ടർ അനുസരിച്ച് അല്ലെങ്കിൽ ചന്ദ്രന്റെ കലണ്ടർ അനുസരിച്ച് വരുമ്പോൾ ഒരു ചന്ദ്രൻ എപ്പോഴാണ് ഉദിക്കുക? രാത്രി ആരംഭിക്കുമ്പോഴാണ്, അതായത് വൈകുന്നേരം 6 മണിക്കാണ്. അപ്പൊ സൂര്യ കലണ്ടർ ആണെങ്കിൽ പ്രഭാതത്തിലെ 6 മണിയാണ്. അപ്പൊ അതുകൊണ്ട് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വെള്ളിയാഴ്ചയായി കഴിഞ്ഞു. ഇത് കാരണം 6 മണി ആയപ്പോൾ, വ്യാഴാഴ്ച 6 മണി ആയപ്പോഴേ അവർക്ക് അത് വെള്ളിയാഴ്ചയായി കഴിഞ്ഞു. അതാണ് ചന്ദ്രപ്രാസം. കാരണം ചന്ദ്രൻ ഉദിക്കുന്ന ആ സമയത്താണ്. അപ്പൊ അതുകൊണ്ട് അതേ ദിവസം തന്നെയാണ് ഈശോ പെസഹ ആചരിക്കുന്നത്. അതേ ദിവസം തന്നെ 6 മണിക്ക് മുമ്പായി ആടിനെ ബലിയർപ്പണം നടത്തണം. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ പെസഹ വേളം ദുഃഖവെള്ളി എന്ന് പറയുന്നത് യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസമാണ്. ആ ദിവസം തന്നെ ഈ പെസഹ ആചരിക്കുകയും പെസഹ കുഞ്ഞാടായ ഈശോ സ്വയം ബലിയർപ്പണത്തിന് നിന്നുകൊടുത്ത് ആ ബലിയർപ്പണം പൂർത്തിയാക്കുകയും ചെയ്യുന്നു. അത് ഈ 15ാം തീയതി ഈ വെള്ളിയാഴ്ച, അതായത് വ്യാഴാഴ്ച 6 മണി മുതൽ ഉള്ള സമയത്താണ് ഭവനങ്ങളിൽ ഈ ആടിനെ ഭക്ഷിക്കുന്നതും അതുപോലെ തന്നെ യെരൂശലേം ദേവാലയത്തിലെ ബലിയർപ്പണം നടക്കുന്നത്. ആ ബലിയർപ്പണം പൂർത്തിയാകുന്ന സമയത്താണ് ഈശോ എല്ലാം പൂർത്തിയായി എന്ന് പറയുന്നത് ഗാഗുൽത്തായിൽ. അതേ സമയത്താണ് പുരോഹിതൻ പറയുന്നത് എല്ലാം പൂർത്തിയായി. കാരണം അവിടെ 3 മണിയാകുമ്പോൾ എല്ലാം പൂർത്തിയാക്കണം, 6 മണിക്കൊക്കെ എല്ലാം ക്ലോസ് ചെയ്യണം, 6 മണിയാകുമ്പോൾ ശാബദം ആരംഭിക്കും. അതിന് അങ്ങനെ 4 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, ആടിനെ തെരഞ്ഞെടുക്കണം. രണ്ടാമത് കുളിപ്പ് മാറ്റണം. മൂന്നാമത് കാല് കഴുകണം. നാലാമത്തേത്
വിരുന്ന് മേശ തയ്യാറാക്കണം. അതും 14-ാം തീയതി തന്നെ വൈകുന്നേരം തന്നെ ചെയ്തിരിക്കും. പെസഹായ്ക്കുള്ള വിരുന്ന്. അതിനാണ് പത്രോസിനെയും യോഹന്നാനെയും ഈശോ നേരത്തെ അയക്കുകയും മർക്കോസിന്റെ 2-ാം നിലയിൽ ഇതെല്ലാം ഒരുക്കുകയും ചെയ്തു. ഇനിയാണ് 15 നടപടിക്രമങ്ങളാണ് ഈ പെസഹ ആചരണത്തിന്റെ ഭാഗമായിട്ട് ഉള്ളത്. ഈ പെസഹ ആചരണത്തിന്റെ ഭാഗമായിട്ട് മൽക്കീസദേക്ക് എന്ന് പറയുന്ന സെലേമിലെ അല്ലെങ്കിൽ പിന്നീട് ജെറുസലേമിലെ രാജാവും പുരോഹിതനുമായിരുന്ന മൽക്കീസദേക്ക് അർപ്പിച്ചത്. അതായത് പൂർവ്വപിതാവായ അബ്രാഹാം തന്റെ സഹോദര പുത്രനെ രക്ഷപ്പെടുത്തിയ ശേഷം യുദ്ധം വിജയിപ്പിച്ച ശേഷം തിരിച്ചു വരുമ്പോൾ ഈ മൽക്കീസദേക്കിന്റെ അടുക്കൽ വരുമ്പോൾ അദ്ദേഹം അർപ്പിക്കുന്നത് അപ്പവും വീഞ്ഞുമാണ്. അപ്പൊ ആടുകളെയും കാളകളെയും പ്രാവുകളെയും അതുപോലെ തന്നെ അപ്പവും വീഞ്ഞും ഇതെല്ലാം ദൈവസന്നിധിയിൽ ബലിയർപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് ആ പെസഹ ആചരണത്തിന് സ്വാഭാവികമായിട്ട് ഉപയോഗിക്കുന്നതായ മാസാബ്രെഡ് എന്ന് പറയും. ഇതുപോലെ 3 റൊട്ടികൾ. ഇത് ഇപ്പോഴും യഹൂദന്മാര് പെസഹായ്ക്കായി ആചരിക്കുന്ന ബ്രെഡാണ്. ഇതുപോലെ 3 ബ്രെഡ് എടുത്തിട്ട് അവർക്ക് ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പുരോഹിതൻ, ലേവി വംശജര്, ഇസ്രായേൽ ജനം, ഇതിനാണ് അവർ അർത്ഥം കൊടുക്കുക. അല്ലെങ്കിൽ അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ഈ രീതിയിൽ അല്ലെങ്കിൽ നിയമം, പ്രവാചക ഗ്രന്ഥം, മറ്റ് ലിഖിതങ്ങൾ, ഇതുപോലെയാണ് യഹൂദന്മാരെ തന്നെ അർത്ഥമായിട്ട് കാണുക. എന്നാൽ ക്രൈസ്തവ സങ്കല്പം അനുസരിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അപ്പൊ അവര് ഈ യഹൂദന്മാർക്ക് അറിവില്ലെങ്കിലും അവർ ചെയ്യുന്നവർ പറയുന്നുണ്ട് നടുക്കുള്ള പുത്രന്റെ ഈ അപ്പം എടുത്തിട്ട് അത് പെസഹ ആചരണത്തിന് മുന്നോടിയായിട്ട് 2ആയിട്ട് മുറിക്കും. ആ മുറിച്ചിട്ട് അതിലെ ഒരു കഷ്ണം എടുത്ത് ഒരു വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് അടുത്ത മുറിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കും. എന്നിട്ട് ഈ പെസഹ ആചരണത്തിന്റെ ഈ 15 ഘട്ടത്തിൽ ഒരു ഘട്ടമാകുമ്പോൾ ഇളയ മകനോട് പറയും ഇത് തപ്പിയെടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പൊ ഇതിനെ പ്രത്യേകമായിട്ട് പറയുക കർത്താവിന്റെ മുറിക്കപ്പെട്ട ശരീരം, കർത്താവിന്റെ സംസ്കാരം, കർത്താവിന്റെ ഉയർപ്പ്. അതായത് കൊച്ചെടുത്ത് വരുമ്പോൾ കൊച്ചിന് സമ്മാനം കൊടുക്കും. അതിനുശേഷം അതാണ് എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇത് എന്റെ ശരീരമാകുന്നു, ഇതെന്റെ ശരീരത്തിന്റെ പ്രതീകമാകുന്നു എന്നുള്ളതല്ല, ഇതെന്റെ ശരീരമാണ്, നിങ്ങൾ ഇത് വാങ്ങി ഭക്ഷിക്കുക. പക്ഷെ എപ്പോഴാണ് ഇത് പൂർത്തിയാകാൻ പോകുന്നത്? ഇത് ശേഷം അന്ന് തന്നെ, അതായത് യഹൂദന്മാരുടെ കലണ്ടർ അനുസരിച്ച് അന്ന് തന്നെയാണ് അത് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നത് രാവിലെ 9 മണിക്കാണ്. 9 മണി മുതൽ 3 മണി വരെ കുരിശിൽ കിടക്കുകയാണ്. 12 മണിക്കാണ് അന്ധകാരം നിറയുന്നത്. 3 മണിയാകുമ്പോഴേക്കും എല്ലാം പൂർത്തിയായി പറഞ്ഞു ബലിയർപ്പണം പൂർത്തിയാകുന്നു. അങ്ങനെയാണ് ഈ ശരീരം പിന്നീട് മുറിക്കപ്പെടുന്നതിന് മുന്നോടിയായിട്ട് ഈശോ കുറിച്ചിട്ട് പറയാണ് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കുവിൻ. ഈശോ മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, ഇത് ഭക്ഷിക്കുന്നവർക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ മാസാബ്രെഡ് വഴിയായിട്ട് ഈശോ ചെയ്തത്. അതുകൂടാതെ ഇതുപോലെ 4 ഗ്ലാസ് വീഞ്ഞ് അവിടെ വെച്ചിരിക്കും. ആ 4 ഗ്ലാസ്സിൽ ഓരോ ഘട്ടമുണ്ട്. ആ ഘട്ടത്തിനനുസരിച്ച് 3-ാമത്തെ ഗ്ലാസ്സിലെ വീഞ്ഞ് എടുത്തിട്ടാണ് ഈശോ പറഞ്ഞത് ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെട്ട ഉടമ്പടിയുടെ രക്തമാകുന്നു. അതിൽ ഓരോ വാക്യം അർത്ഥമുണ്ട്. അനേകർക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈശോയുടെ രക്തം എല്ലാവർക്കും വേണ്ടിയല്ല ചിന്തിയത്, എല്ലാവർക്കും വേണ്ടിയാണ്. പക്ഷെ എല്ലാവരും അത് സ്വീകരിക്കുവാൻ യോഗ്യരാവുകയില്ല. യൂദാസിന് സ്വീകരിക്കാൻ പറ്റിയില്ല. ഈശോയെ സ്വീകരിക്കാനായിട്ട് തിരസ്കരിക്കുന്നവരുണ്ട്. സുവിശേഷം കേട്ടാൽ അത് അങ്ങനെ തിരസ്കരിക്കുന്ന, ദൈവത്തെ ധിക്കരിക്കുന്ന, സഭയ്ക്കെതിരെ നിൽക്കുന്നവരെല്ലാം അനേകം പിടിയാണ്. അപ്പൊ അനേകം എന്ന് പറയുന്നത് അന്ത്യവിധിനാൾ കർത്താവിന്റെ വലതുഭാഗത്തുള്ളവർ മാത്രമാണ്. അതുകൊണ്ടാണ് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നത്. അതിന്റെ റിസൾട്ടായിട്ട് വരാവുന്നത് അനേകരേ ഉള്ളൂ, എല്ലാവരും അല്ല. എന്നാൽ എല്ലാവർക്കും വേണ്ടിയാണ് ചിന്തപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഉടമ്പടിയുടെ രക്തമാണ് ഇത്, ഉടമ്പടിയുടെ ശരീരമല്ല. കാരണം പഴയ നിയമത്തിൽ ഉടമ്പടി ചെയ്യുന്നത് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടാണ്. അതായത് ആദ്യത്തെ ഉടമ്പടി എന്ന് പറയുന്നത് ദൈവവും ആദാമും തമ്മിലുള്ള ഉടമ്പടിയാണ്. ആ ഉടമ്പടിക്ക് രക്തം ചിന്തി എപ്പോഴാണ്? പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദിമാതാപിതാക്കന്മാർ അത്തിവൃക്ഷത്തിന്റെ ഇലയെടുത്ത് അവരുടെ നഗ്നത മറച്ചു. പക്ഷെ ദൈവം പറഞ്ഞത് പോരാ. അതിന് പകരം ദൈവം ഒരു കുഞ്ഞാടിനെ കൊന്നിട്ട് അതിന്റെ തുകലും കൊണ്ടാണ് അവർക്ക് വസ്ത്രം ഉണ്ടാക്കി. ദൈവമാണ് ആദ്യം വസ്ത്രം കൊടുക്കുന്നത്. അപ്പോൾ രക്തം ചിന്തി അതിന് മുന്നോടിയാണ്. കാരണം ഈശോയുടെ രക്തം ചിന്തിക്കൊണ്ടാണ് പിന്നീട് നമ്മുടെ പാപത്തിന് മോചനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ദൈവം തന്നെ തന്റെ മകനെ തന്നെ കുഞ്ഞാടായിട്ട്, ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് അവന്റെ രക്തം ചിന്തിയാണ് ആ ഉടമ്പടി പൂർത്തിയാക്കുവാൻ പോകുന്നത്. വീണ്ടും
നമുക്ക് അറിയാം, അബ്രാഹത്തോട് ഇസ്രായേലിനെ ബലിയർപ്പിക്കാൻ പറയുന്നു, പകരം ആടിനെ ബലിയർപ്പിക്കുന്നുണ്ട്. അതിന് മുമ്പ് ആബേൽ ആടിനെ ബലിയർപ്പിച്ചു. അപ്പൊ ആടിനെ ബലിയർപ്പിച്ചപ്പോൾ അത് മുതൽ ആളുകൾ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമായ ബലി എന്ന നിലയിൽ ആടുകളെയാണ് പിന്നീട് മുൻഗണന കൊടുത്ത് ബലിയർപ്പണം നടത്തിയിരുന്നത്. അതിനുവേണ്ടി പ്രത്യേകം ആടുകളെ വളർത്തിയിരുന്നത് ബെത്ലഹേമിലൊക്കെ അതാണ് ചെയ്തിരുന്നത്. ജെറുസലേമിലേക്കുള്ള ആടുകളെ സപ്ലൈ ചെയ്യുന്നത് ബെത്ലഹേമിലാണ്. അവിടെ തന്നെയാണ് ഈശോ പറഞ്ഞത്. കാരണം പെസഹ കുഞ്ഞാടായിട്ട് ജെറുസലേം ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ആ ആടുകളോടൊപ്പമാണ് ഈശോ പിറന്നു വീഴുന്നത്. അതുപോലെ തന്നെയാണ് സീനായ് മലയുടെ താഴ്വരയിൽ 40 ദിവസം സീനായ് മലമുകളില് അവിടെ ദൈവവുമായിട്ട് ഒന്നിച്ചിരുന്ന ശേഷം ആ കൽപ്പനകളുമായിട്ട് വന്ന ആ മോശം ചെയ്തത് എന്താണ്? അവിടെ ഒരു കാളയെ കൊന്നിട്ട് അതിന്റെ രക്തം മുഴുവൻ എടുത്തിട്ട് അതിന്റെ പകുതി ബലിവേദിയിൽ തെളിക്കുകയും ബാക്കി പകുതി ജനങ്ങളുടെ മേൽ തെളിക്കുകയും ചെയ്തു. അത് എന്തുകൊണ്ടാണ്? ഇത് ഉടമ്പടി വെക്കുകയാണ്. ഇസ്രായേൽ ജനവും ദൈവവും തമ്മിലുള്ള ഉടമ്പടി. അപ്പൊ അങ്ങനെ ഉടമ്പടി രക്തത്തിലാണ് ചെയ്യുക. കാരണം അതുപോലെ തന്നെയാണ് അബ്രാഹത്തോട് ദൈവം പറഞ്ഞു, ഇസ്ഹാക്ക് ജനിച്ച് 8-ാം ദിവസം, അതായത് നീയും നിന്റെ മക്കളും നിന്റെ കൂടെയുള്ള എല്ലാ പുരുഷന്മാരും പരിച്ഛേദന ചെയ്യണം. അത് രക്തത്തിലുള്ള ഉടമ്പടിയാണ്. അപ്പൊ അതുകൊണ്ട് ഈശോ പറയുക, ഇത് പുതിയ ഉടമ്പടിയുടെ രക്തമാണ്, ഈ രക്തമാണ് നിങ്ങൾ വാങ്ങി പാനം ചെയ്യണം എന്ന് ഈശോ അവരോട് ആവശ്യപ്പെടുക. അപ്പൊ പഴയ നിയമത്തില് ഈ ബ്രെഡിനുള്ള ധാരാളം പ്രതീകങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഒന്ന്, ഈശോ തന്നെ പറയുന്നുണ്ട്, മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ 40 സംവത്സരക്കാലം ആകാശത്തു നിന്നും ദൈവം ഇറക്കി തന്ന മന്ന കഴിച്ചു. അങ്ങനെയാണ് ശാരീരികമായിട്ട് നിങ്ങൾ ജീവിച്ചത്. അനുദിനം നമുക്ക് വേണ്ട അപ്പം തരണമേ പ്രാർത്ഥിക്കുവാനും ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജെറുസലേം ദേവാലയത്തില് വിശുദ്ധ സ്ഥലത്ത് 2 മേശകളുണ്ടായിരുന്നു. ഈ 2 മേശയിൽ 6 അപ്പം വീതം, ഒരു മേശയിൽ വേറെ 6 അപ്പം. അങ്ങനെ 12 ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്യുന്ന 12 അപ്പം ഉണ്ടാക്കി വെക്കും. ശാബത ദിവസത്തില് പുരോഹിതന്മാര് വേറെ പുതിയ അപ്പം ഉണ്ടാക്കി വെക്കും. പുരോഹിതന്മാര് മാത്രം വിശുദ്ധ സ്ഥലത്ത് വെച്ച് ഉണ്ടാക്കുന്ന അപ്പമാണ്. അതിനുശേഷം പഴയ അപ്പം പുരോഹിതന്മാർ മാത്രം എടുത്തു കഴിക്കും. അതുകൊണ്ടാണ് ദാവീദീയ രാജാവും അനുജന്മാരും രാജാവാകുന്നതിന് മുൻപ് ജെറുസലേമിൽ വന്നപ്പോൾ പ്രധാന പുരോഹിതൻ അവർക്ക് വിശന്നെന്ന് പറഞ്ഞപ്പോൾ ഈ അപ്പം എടുത്തു കൊടുത്തു. ആ ദാവീദ് രാജാവ് അനുജന്മാർ കഴിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. അതിന്റെ പേരിൽ ഒരു ശിക്ഷയ്ക്കാകുന്നില്ല. കാരണം ഒന്ന്, ജെറുസലേമിന്റെ രാജാവ് എന്ന് പറയുന്നത് സ്ഥാനിക പുരോഹിതൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അഭിഷിക്തനായി കഴിഞ്ഞിരുന്നു, അവിടെ കഴിക്കാൻ അവകാശമുണ്ട്. രണ്ടാമത്, മനുഷ്യത്വപരമായിട്ട് പ്രധാന പുരോഹിതൻ ചെയ്യുന്ന കാര്യമാണ്. അങ്ങനെ വിധുസാന്നിധ്യത്തിന്റെ അപ്പം ഉണ്ടായിരുന്നു. അത് ഈ 12 ഗോത്രങ്ങളെ പ്രതിദാനം ചെയ്യുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സക്രാരിയില് വിശുദ്ധ കുർബാന സൂക്ഷിക്കുന്നത് തിരുസാന്നിധ്യത്തിന്റെ അപ്പം, ഈശോയുടെ സാന്നിധ്യത്തിന്റെ അപ്പം. അതുപോലെയാണ് ഈ മനസ്സാ ബ്രെഡിന് വേറെ ക്രൈസ്തവമായ വേറെ അർത്ഥം നൽകുന്നുണ്ട്. അതായത് ഇതില് നമ്മള് ഈ ചെറിയ ചെറിയ കുളവുകളാണ്. യഹൂദന്മാരോട് ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല. പക്ഷേ ക്രൈസ്തവ കാഴ്ചപ്പാടനുസരിച്ച് ഈശോയുടെ കൈകളിലും കാലുകളിലും വിലാപ്പുറത്തും കുത്തിയ മുറിപ്പാടുകളായിട്ടാണ് ക്രൈസ്തവ വ്യാഖ്യാനം. മറ്റൊന്ന്, ഇതിലെ കറുത്ത കരി കാണുന്നുണ്ട്, കറുത്ത പാടുകൾ. ഇതെല്ലാം ഈശോയ്ക്ക് ചമ്മട്ടി അടികളെയും ആ ശരീരത്തിലേറ്റതായ ആ മുറിവ് കരുവാളിച്ചതിനെയുമാണ് അനുസ്മരിപ്പിക്കുക. അപ്പൊ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള അർത്ഥങ്ങളോടുകൂടിയാണ് നമ്മൾ ഇതിനെ കാണുക. ഇനി ഈ ദിവസം നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, ഈ വിശുദ്ധ കുർബാനയിൽ അന്ത്യത്താഴ വേളയിൽ ആദ്യമായി ഈശോ സ്ഥാപിക്കുന്ന ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നവൻ ഒരാൾ അയോഗ്യതയോടുകൂടിയാണ് പങ്കെടുക്കുന്നത്. അതായത് അവൻ ഈശോയ്ക്ക് ഒറ്റിക്കൊടുക്കാൻ വേണ്ടി 30 വെള്ളി നാണയവുമായിട്ട് അവിടെ ഇരിക്കുക. ഇതെല്ലാം പറയുമ്പോഴും നിങ്ങൾ ഒരുവൻ എന്നെ കൊടുക്കുമെന്ന് പറയുമ്പോഴും അവരോരോരുത്തരും ചോദിക്കുന്നുണ്ട്. എല്ലാവരും മുഖാന്തരായി ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ യൂദാസ് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഈശോ എന്ത് ചെയ്യുന്നു? അപ്പം എടുത്ത് ഈ ദിനകൃതി മുക്കിയിട്ട് അവന് കൊടുത്തിട്ട് പറയാണ്, ഇത് വാങ്ങുന്ന നീ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും വാണിജ്യം കൊടുത്തിട്ടും അവന് ആ കുർബാന സ്വീകരിച്ചിട്ട് ഈശോ തിരസ്കരിക്കുന്നില്ല. അവന് നീ പാപം ചെയ്യാൻ പോവുകയാണ്, നീ എന്നെ ഒറ്റുകൊടുക്കാൻ പോവുകയാണ്, അതുകൊണ്ട് നീ പോകാൻ പുറത്ത്, നിനക്ക് കുർബാന ഞാൻ തരികയില്ല എന്നല്ല പറയുക. മറിച്ച് ഇതെല്ലാം അറിയാമായിട്ടും ഈശോ അവനെ കൊടുക്കുകയാണ്. നമുക്കത് ആലോചിച്ച് നോക്കാം, യോഗ്യതയോടുകൂടിയാണ് നമ്മൾ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വരുന്നത്, നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത് എന്ന്. അല്ലെങ്കിൽ യൂദാസിനെ പോലെ പിശാച് നമ്മളിൽ കയറിയിട്ട് അവൻ നമുക്ക് നമ്മളെ എതിരൂടെ ആയിട്ട് ദൈവത്തിനെതിരായിട്ട് ദൈവത്തിന്റെ സഭയ്ക്കെതിരായിട്ട് നമ്മളെ സ്വാധീനിച്ചു എന്ന് ഇരിക്കും. അതുപോലെ തന്നെ ഈശോ പൗരോഹിത്യം സ്വീകരിക്കുന്നു. അതായത് എന്നെ
നിങ്ങളെ തീർച്ചയായും വിടുവിക്കും. ഈശോ തന്റെ ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഒരു വാഗ്ദാനമാണ്. അതായത് എന്നെ നിങ്ങൾ വിടുവിച്ചെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്കും ഇതെല്ലാം ഉണ്ടാകും എന്നുള്ളത്. അപ്പൊ ഓരോന്നിന്റെ ഒരു കുഞ്ഞ് ജനിക്കുന്ന മാമോദീസ മുതൽ മരിച്ചടക്കം കഴിഞ്ഞ് പിന്നീടുള്ള തിരുക്കർമ്മങ്ങൾക്ക് വരെ കാർമ്മികത്വം വഹിക്കേണ്ട, ശുശ്രൂഷ ചെയ്യേണ്ട, പാപങ്ങൾ മോചിക്കേണ്ട, അഭിഷേകം ചെയ്യേണ്ട ആളുകൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരെ എങ്ങനെയാണ് നമ്മൾ പെരുമാറേണ്ടത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഒരുപക്ഷെ ശാരീരികമായിട്ട് ആക്രമിക്കുന്നില്ലായിരിക്കാം, പക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ പിതാക്കന്മാരെയും നമ്മുടെ വൈദികരെയും ഒക്കെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് ചിന്തിക്കുക. മറ്റാരെയുമല്ല, എനിക്ക് മുമ്പുണ്ടായിരുന്ന ഒരു വൈദികൻ പറയുമായിരുന്നു, എന്നെ അവർ ഈശോയെ പിടിപ്പിച്ചോടെ എന്നെ അടിപ്പിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഞാൻ ഒരു പ്രശ്നമില്ല, ഞാനൊരു മധ്യസ്ഥം മാത്രമാണ്, ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ ഈശോ പിടിച്ചു കൊണ്ടിട്ടുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കും. കാരണം ഇത് എന്നെ കിട്ടല്ല, ഇത് കർത്താവല്ലേ പറഞ്ഞിട്ടുള്ള നീ അച്ഛനാകാൻ പോയാൽ ഈ പണി കിട്ടുമെന്ന്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മൾക്ക് നമ്മുടെ വൈദ്യുതിക്ക് വേണ്ടി, നമ്മുടെ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടി, മെത്രാന്മാർക്ക് വേണ്ടി ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി അവസാനമായിട്ട് ഈശോ ഈ 4 പാനപാത്രങ്ങളിൽ ഒരു പാനപാത്രം മിച്ചം വെച്ചു. പെസഹ ആചരണം പൂർത്തിയാകണമെങ്കിൽ 4 പാനപാത്രത്തിൽ നിന്ന് കുടിക്കണം. 3ാമത്തെ പാനപാത്രം എടുത്തിട്ടാണ് ഇത് ഉടമ്പടിയുടെ രക്തമാകുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ പാനം ചെയ്ത ശേഷം കീർത്തനം ആലപിച്ചിട്ട് അവൻ നേരെ ഗെത്സമനോടത്തിലേക്ക് പോയി. 4ാമത്തെ പാനപാത്രം എപ്പോഴാണ് കുടിക്കുക? അത് പൂർത്തിയാണ്. അതിന് മുമ്പ് അവൻ ഗെത്സമനോടത്തിൽ ചെന്നിട്ട് പറയുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് മാറ്റിത്തരണമെന്ന്. ഏത് പാനപാത്രം? 4ാമത്തെ പാനപാത്രം. 4ാമത്തെ പാനപാത്രം എന്ന് പറയുന്നത് ഈശോയുടെ പരസ്യ വിചാരണ, ഗാഗുൽത്തായിലേക്കുള്ള യാത്ര, ഗാഗുൽത്തായിലുള്ള കുരിശുമരണം. അതാണ് കാസ. അത് സഹനത്തിന്റെ കാസയാണ്. ഈ സഹനത്തിന്റെ കാസ കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് മാറ്റിത്തരണമെന്ന്. അത് എന്തിനു വേണ്ടിയാണ്? ഈശോയുടെ മനുഷ്യത്വം എത്രമാത്രം വേദന അനുഭവിച്ചു എന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഈശോ 4ാമത്തെ ഈ പാനപാത്രം കുടിക്കുന്നുണ്ട്. ഈശോ കുരിശ് ചൂണ്ടി ചെല്ലുമ്പോൾ ഈ ഭക്തരായ സ്ത്രീകൾ മീറ കലർത്തിയ വീഞ്ഞു കൊടുക്കും. എന്താ മീറ കലർത്തിയ വീഞ്ഞ് എന്ന് പറഞ്ഞാൽ നമ്മള് ഓപ്പറേഷന് മുമ്പ് നമ്മളെ മയക്ക് കിടക്കും അല്ലെ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മെഡിസിനാണ്. അതിന് കാരണം സഹതാപമുള്ള സ്ത്രീകൾ അങ്ങനെ കുരിശുമരണത്തിൽ വിധിക്കപ്പെടുന്ന ആളുകൾക്ക്, കുറ്റവാളികൾക്ക് കൊടുക്കുമായിരുന്നു. കാരണം അതിതീഷ്ണമായ വേദനയാണല്ലോ പച്ച മാംസത്തിലേക്ക് ആണി അടിച്ചു കയറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കുടിക്കാൻ കൊടുക്കും, പലരും മേടിച്ച് കുടിക്കും. പക്ഷെ ഈശോ കുടിച്ചില്ല. എന്നാൽ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. അപ്പോഴെന്താണ് ചെയ്തത്? ഒരു സ്പോഞ്ച് എടുത്തിട്ട് അവർ വീഞ്ഞിൽ മുക്കിയിട്ട് ഈശോയുടെ ചുടിയിലേക്ക് വെച്ചു കൊടുത്തു. ഈശോ അത് രുചിച്ചു നോക്കിയിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അതായത് 4ാമത്തെ കാസയും പൂർത്തിയായിരിക്കുന്നു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കർത്താവിന്റെ അനുയായികൾ എന്ന നിലയിൽ നമ്മുടെ ജീവിത വഴി നമ്മൾ പൂർത്തിയാക്കുന്നത് വരെ സഹനങ്ങൾ ഉണ്ടാകും. ആ സഹനങ്ങൾ കർത്താവിനെ പ്രതി ഏറ്റെടുക്കുവാൻ നമുക്ക് സാധിക്കണം. മറ്റുള്ളവർക്ക് സഹനം കൊടുക്കാതിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇനി മരമണി അടിക്കും. കാരണം നമ്മുടെ കർത്താവിന്റെ ദുഃഖത്തിന്റെ ആ അനുസ്മരണം, ആ ഫീലിംഗ് നമുക്ക് വരാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ അത്താഴ നഗ്നമാക്കുക എന്ന് പറയുന്നത്, അതായത് എല്ലാ ഡെക്കറേഷൻസും മാറ്റും. ഇവിടെ സക്രാരിയിൽ നിന്ന് തുറന്നിടും. കാരണം സക്രാരിയിൽ നിന്ന് വിശുദ്ധ കുർബാന നമ്മൾ ചാപ്പലിലെ സക്രാരിയിലേക്ക് കൊണ്ടുവന്ന് വെക്കും. കാരണം അത്താഴം അല്ലെങ്കിൽ ദേവാലയം വിലപിക്കുന്നു കർത്താവിന്റെ ആ മരണത്തിൽ. പക്ഷെ അത് പ്രത്യാശയുടെ വിലാപമാണ്. ആ ഒരു അനുഭവത്തോടുകൂടി നമുക്ക് നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനും, യൂദാസിനെ പോലെയല്ല, അതേ സമയത്ത് സ്വയം വിശുദ്ധീകരണത്തിലൂടെ കർത്താവിന്റെ വലിയ അർത്ഥത്തിൽ പങ്കുചേരുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. വിശ്വസിക്കുന്നത്